അധ്യാപിക മരിച്ച സംഭവത്തിൽ അധ്യാപികയുടെ ബന്ധുക്കൾ നൽകിയ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. ഈ അധ്യാപക നിയമനത്തിനായി വൻ തുക കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ മനോവശത്തിലാണ് ഈ അധ്യാപിക ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ഒന്നും കിട്ടുന്നില്ല അത്ര. കറക്റ്റിന് ജോലി ചെയ്യുകയും ശമ്പളം കിട്ടാതെ വരുമ്പോഴുള്ള ആ മാനസിക വിഷമമാണ് പലരെയും ഇതുപോലെ ഒരു പ്രവൃത്തിക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഗവൺമെൻറ് ഇതുപോലുള്ള മാനേജ്മെൻറ്റുകളെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് സത്യാവസ്ഥ. നിർബാധം കൈക്കൂലി ഇപ്പം മാനേജ്മെൻറ്റുകൾ ജോലിക്ക് അന്വേഷിച്ച് വരുന്നവരോടുന്ന് തുക വാങ്ങുകയാണ്. കൂറ്റൻ തുകയാണ് ഓരോ നിയമത്തിനും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. പലതും സ്ഥിരമല്ല, പിന്നീട് സ്ഥിരമാവുന്നൊക്കെ പറഞ്ഞാണ് പലരിന്നും പണം മേടിച്ച് ജോലിക്ക് വയ്ക്കുന്നത്. പിന്നീട് സർക്കാർ അത് സ്ഥിരപ്പെടുത്താണ്ട് വരുമ്പോഴാണ് ശമ്പളം കിട്ടാതെ വരുന്നത്. അപ്പോൾ ഇതുപോലെ കൈക്കൂലി കൊടുക്കുന്ന ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. പലപ്പോഴും വീട് പണയപ്പെടുത്തി, പറമ്പ് എഴുതി കൊടുത്ത്, സ്വർണം പണയപ്പെടുത്തി, ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടാണ് പലരും ഈ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും സ്വകാര്യ മാനേജ്മെൻറ്റുകൾ ഈ കൈക്കൂലി പണം കിട്ടാൻ വേണ്ടിയാണ് സ്കൂളുകൾ നടത്തുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് പല നടപടികളും എടുക്കുന്നത്. ഈ പണം കൈക്കൂലി വാങ്ങാതെ ഒരു നിയമനം നടത്താൻ ഇവർക്കെന്താവില്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഗവൺമെൻറ് ഇത്തരം സ്ഥാപനങ്ങളുടെ ലൈസൻസ് തന്നെ, നടത്താനുള്ള ലൈസൻസ് തന്നെ റദ്ദാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.